ഹായ് ഫ്രണ്ട്സ്, ഓവനില്ലാതെ ഗ്രില്ല് ചെയ്യാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അൽഫാം റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അൽഫാം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സ്പൈസസ് എല്ലാം ചൂടാക്കിയെടുക്കാം. വറ്റൽ മുളക്, ബേ ലീഫ്, കറുകപ്പട്ട, കുരുമുളക്, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈസസ് എല്ലാം ആദ്യം തന്നെ ചൂടാക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി 2 ചെറിയ സവാള, 1 തക്കാളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലും സവാളയിലും വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. രണ്ട് ചിക്കനാണ് ഞാനിവിടെ അൽഫാം പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ വരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസുകൾ നിരത്തി വയ്ക്കുക. തീ നല്ലതുപോലെ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ നിരത്തി വയ്ക്കാനായിട്ട്. ഇനി 1 മിനിറ്റ് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് തീ കൂട്ടി വെച്ച് മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മറിച്ചിടുക. ഇനി അതിൻ്റെ അടുത്ത വശവും 1 മിനിറ്റ് അതേപോലെ തന്നെ നല്ലതുപോലെ തീ കൂട്ടിയിട്ട് ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം 10 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. ഈ അൽഫാമിൽ നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആകെ 1 ടീസ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. ചിക്കൻ്റെ ഉള്ളിൽ തന്നെ വെള്ളത്തിലാണ് നല്ലപോലെ കുക്ക് ചെയ്ത് വരുന്നത്. നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ചിക്കൻ കുക്കായി വരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് ചിക്കൻ മറച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കനിലേക്ക് നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ സോസ് ഒഴിക്കുക. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ വെള്ളം ചേർക്കുക. നല്ലതുപോലെ ഒന്ന് കുഴമ്പ് പരുവത്തിലായി വന്നു കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ചിക്കനകത്ത് വെള്ളമൊക്കെ പറ്റി 2 സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ മുരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ആഡ് ചെയ്യുക. ഒരു സൈഡ് നല്ലതുപോലെ സോസ് എല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മറിച്ചിടുക. അതിനുശേഷം അടുത്ത സൈഡിൽ നല്ലതുപോലെ സോസ് എല്ലാം പറ്റി കൊടുക്കുക. അപ്പോഴേക്കും മറ്റേ സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് സോസെല്ലാം പറ്റി ഒന്നും കൂടെ മറച്ചിട്ട് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മളുടെ അൽഫാം പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സോസ് എല്ലാം നന്നായിട്ട് ചിക്കൻ പീസിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അൽഫാം പാത്രത്തിലേക്ക് മാറ്റാം.